രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാപ്റ്റർ എങ്ങനെയാണോ നമ്മുടെ +1 ജോഗ്രഫിയിൽ എങ്ങനെയാണോ വന്നിരിക്കുന്നത് ആ ഒരു ചാപ്റ്റർ ആദ്യം തന്നെ തരും. അതിനുശേഷം അതിന് നോട്ട്സ്, അതായത് പോയിന്റ് വൈസ് ആയിട്ട് നമ്മൾ പഠിച്ചതിന് ശേഷം ഒരു റിവിഷൻ ക്ലാസ് പോലെ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പ്രധാനമായിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചു പോകാം. എല്ലാം അങ്ങോട്ട് വാരി വലിച്ച് പഠിപ്പിക്കണില്ല. അതായത് നമുക്ക് ആദ്യം എന്താണ് ആവശ്യം. ഇപ്പോൾ സ്റ്റേജ് 1-ൽ 10th പ്രിലിംസിൻ്റെ സ്റ്റേജ് 1-ൽ ചോദിച്ച ചോദ്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഡിഗ്രി പ്രിലിംസിനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ഭൂപ്രകൃതിയുടെ ഭാഗത്തു നിന്നൊക്കെ. അപ്പോൾ ഈ നമുക്ക് ആ ഒരു നമുക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ആ ചാപ്റ്റേഴ്സ് ആദ്യം ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. കറക്റ്റ് ഓർഡറിലായിരിക്കില്ല പഠിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ ജോഗ്രഫി ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഓർഡറിൽ പോകാം. കാരണം ആ ഒരു ഭാഗം, ഈ രണ്ടാമത്തെ ഭാഗത്തിൽ നന്നായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാവുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അത് കറക്റ്റ് ഓർഡറിൽ പോകാം. അതിനുശേഷം ഞാൻ +2-ൽ നമുക്ക് ഗതാഗതം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അതിൻ്റെ നോട്ട്സും ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ റിവിഷൻ ക്ലാസ് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ അതിന് ശേഷമായിരിക്കും ബാക്കി ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുക്കുന്നത്. കാരണം നമുക്ക് ഇനിയിപ്പോൾ സ്റ്റേജ് 3ഉം 4ഉം ഈ അടുത്താണ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇനിയും NCERT ചാപ്റ്റേഴ്സ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക, ഹൈപ്പും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടോപ്പിക് വൈസ് ആയിട്ട് മോക്ക് ടെസ്റ്റ് പോലെ തരുന്നുണ്ട്. അതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് ആയിട്ടൊക്കെ തരുന്നുണ്ട് കേട്ടോ. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഇന്ത്യ സ്ഥാനമാണ് അല്ലേ. അതിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുന്നു, കമൻറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യ സ്ഥാനം എന്ന് പറയുന്ന ഭാഗത്ത് ഫസ്റ്റ് തന്നെ വരുന്നത് എവിടെയാണല്ലേ, ഇന്ത്യയുടെ സ്ഥാനം, അതിർത്തിയൊക്കെയാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. എന്താണ്? ഇന്ത്യയുടെ പ്രധാന കരഭാഗം വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയും കിഴക്ക് അരുണാചൽ പ്രദേശ് മുതൽ പടിഞ്ഞാറ് ഗുജറാത്ത് വരെയും വ്യാപിച്ച് കിടക്കുന്നു. പഠിച്ചതാണല്ലോ. ഇന്ത്യയുടെ രാജ്യാന്തര സമുദ്ര അതിർത്തി തീരത്തു നിന്ന് 12 നോട്ടിക്കൽ മൈൽ ദൂരം വരെയാണ്. ഓക്കെ, ഇന്ത്യയുടെ രാജ്യാന്തര സമുദ്ര അതിർത്തി തീരത്തു നിന്നും 12 നോട്ടിക്കൽ മൈൽ, അതായത് 21.9 കിലോമീറ്റർ ദൂരം വരെയാണ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? 8.4 8°4 നോർത്ത് മുതൽ 37°6 നോർത്ത് വരെയും രേഖാംശീയ വ്യാപ്തി നോക്കുകയാണെങ്കിലോ 68°7' ഈസ്റ്റ് മുതൽ 97°25' ഈസ്റ്റ് വരെയുമാണ്. അപ്പോൾ 8.4 37 6 അക്ഷാംശ